പട്ടികജാതി ആയത് ഞങ്ങളെ തെറ്റല്ല. ഞങ്ങളിപ്പം ഈ ജാതി ആയിപ്പോയത് ഇപ്പൊ കുറവിനും വിലയിനും ആയെന്നും പറഞ്ഞ് അത് ഞങ്ങൾ ചെയ്ത തെറ്റല്ല. അവിടെ ഇരിക്കുന്നവര് ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ വിറ്റ് നിങ്ങൾ കടങ്ങളുണ്ടെങ്കിൽ തീർക്കണമെന്ന് ഞങ്ങൾ വിജിലൻസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതും 14-ാം തീയതി ഞങ്ങളോട് വിളിക്കാനാണ് അവിടെ നിന്നും പറഞ്ഞിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പട്ടികജാതി ആയതുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്നത് പട്ടികളെന്നാണ്. പട്ടികൾ വന്നിട്ടുണ്ട്, പേപ്പട്ടികൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ കടകംപള്ളി സോണല്ല അണുമുഖ വാർഡ് ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഞങ്ങൾക്ക് ഒരു 10 പേര് അംഗങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 5 പേര് ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 5 പേര് ജോലി പോകുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇറങ്ങേണ്ടി വരെ വന്നത്. കാരണം അവിടെ നടക്കുന്ന ഒരു അഴിമതി ഞങ്ങൾ പുറത്ത് കാണിച്ചു. 2024 മാർച്ചിൽ ഫെബ്രുവരി മാസത്തിലെ യൂസർ ഫീ കളക്ഷൻ. അപ്പോൾ ഞാൻ അവിടെ ജോലിക്ക് കയറിയിട്ടില്ല. എങ്കിൽ എൻ്റെ അറിവിൻ്റെ പത്തിൽ ഞാൻ പറയുകയാണ്, ബാക്കിയവർ പറയും. 2024 മാർച്ചിൽ ഫെബ്രുവരിയിൽ യൂസർ ഫീ കളക്ഷൻ കളക്ട് ചെയ്ത പേയ്മെൻറ്റ് വാർഡ് JH മിനിമോൾ മേഡം പുള്ളിക്കാരി അവിടെ ഇരുന്നിട്ട് ഇവരെ കയ്യിൽ നിന്ന് ആ യൂസർ ഫീ എല്ലാം അവർ തന്നെ വാങ്ങിക്കുമായിരുന്നു. എല്ലാ ദിവസവും കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന യൂസർ ഫീ കളക്ഷൻ അവർ വാങ്ങി മാസം അവസാനമായപ്പോഴത്തേക്കും പിറ്റേ മാസത്തിൽ സാലറി ചോദിച്ച സമയത്ത് ഇവരെ മുമ്പിൽ കൈമലർത്തി കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് പേര് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അവർ തന്നെ പറഞ്ഞ അത് അവരുടെ കയ്യിൽ നിന്ന് അത് ചിലവായി പോയി എന്ന് പറയുകയും പിന്നീട് ആ പൈസ കണക്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് തന്നെ പറയുകയും ചെയ്തതിന് പ്രകാരം ഇവർ വീണ്ടും പോയി 2 ലക്ഷം രൂപയുടെ തിരിമറിയാണ് ആ സമയത്ത് ഉണ്ടായത്. ഈ 2 ലക്ഷം രൂപ വീണ്ടും കണക്കിൽ കാണിക്കണം, കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ജോലി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞ് പേടിയായിരുന്നു. അപ്പം പേടിച്ചതിൻ്റെ പേരിൽ ഇവർ ഓടി നടന്നിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ആഭരണങ്ങൾ കടം വാങ്ങിക്കുകയും അതുകൊണ്ടൊന്ന് പണയം വെച്ച് പിന്നെ പലിശയ്ക്ക് പൈസ എടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഈ 2 ലക്ഷം രൂപ വീണ്ടും കൊണ്ടുവന്ന് ഈ വാർഡിൽ നമ്മൾ ഹരിതകർമ്മസേനയിൽ തന്നെ ഒരു സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റും ഉണ്ട്. ഈ സെക്രട്ടറി സുചിത്രയും വാർഡ് JH മിനിമോൾ മാഡവും കൂടി ആയിട്ടാണ് ഈ പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സെക്രട്ടറിയുടെ കയ്യിൽ പിന്നെ കൊണ്ടുവന്ന് വീണ്ടും പൈസ കൊടുക്കുകയാണ്. ആ പൈസ കൊടുത്ത ടൈമിൽ ആ പൈസേനെ എടുത്ത് ഇവർ മറിച്ചു. പിന്നെ ഈ മാർച്ച് മാസത്തിൽ 21-ാം തീയതി അത് ആ ബാങ്ക് പാസ്ബുക്കിൽ തന്നെ തെളിവുണ്ട്. 21-ാം തീയതി പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു 47,000 രൂപ, അതും അശ്വതി ഇപ്പോഴത്തെ പ്രസിഡന്റാണ്, അശ്വതി കൊടുത്തതിന് പ്രകാരം ആ 47 രൂപ മാത്രം കണക്കിൽ കാണിക്കുകയും ഓരോരുത്തർക്ക് അവർ 5,200 രൂപ വെച്ച് സാലറി കൊടുത്തെന്ന് പറഞ്ഞ് കണക്ക് കാണിച്ചിരിക്കുന്നു. പക്ഷേ പാസ്ബുക്കിൽ അങ്ങനെ ഒരു സാലറി ആർക്കും കൊടുത്തിട്ടില്ല. ഒരാൾക്ക് 1-2 പേർക്ക് മാത്രം 12,000 രൂപ വെച്ച് കൊടുത്ത് ബാക്കിയുള്ളവർക്ക് ആർക്കും ശമ്പളം കൊടുത്തിട്ടില്ല. എന്നാൽ നമ്മളെ നഗരസഭയുടെ ബുക്കുണ്ട്, നമുക്ക് 11 ബുക്കുണ്ട്. അതിൽ യൂസർ ഫീ കളക്ഷൻ്റെ ബുക്കുണ്ട്, സാലറി കളക്ഷൻ്റെ ബുക്കുണ്ട്. അപ്പം ആ ബുക്കിലെല്ലാം ഇവർ തന്നെ സ്വന്തം ഇഷ്ടത്തിന് കള്ളക്കണക്കുകൾ എഴുതുകയും ആ എന്നിട്ട് ഇവരെ ഒപ്പ് തന്നെയും അവർ തന്നെ ഇഷ്ടത്തിന് ഇട്ട് വെക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ തന്നെ അവരടുത്ത് എനിക്കിത് മനസ്സിലായി. ഇപ്പം ജോലിക്ക് കയറിയ സമയത്ത് തന്നെ എൻ്റെ നേരെയും കുറേ പ്രഷറുകളുണ്ട്. എന്നെ അവിടെ നോട്ടിക്കാൻ നോക്കി. കാരണം 2-3 കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ എൻ്റെ നേരെയും കുറേ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്തു. അപ്പം ഞാൻ തന്നെ അതിൽ അകപ്പെടുകയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ ഗായത്രി ബാബു മാഡത്തിന് വീട്ടിൽ പോയാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയിച്ചത്. ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, മാഡം അത് നോക്കണം, യൂസർ ഫീ കളക്ഷനും കറക്റ്റ് വരുന്നില്ല, JHയും സെക്രട്ടറിയും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്രസിഡന്റിന് ഇതിലൊരു പങ്കുമില്ല. പ്രസിഡന്റിന്റെ ഒപ്പം കൂടി സെക്രട്ടറിയായ സുചിത്രയാണ് ഈ JHയുടെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് കണക്കുകളെല്ലാം എടുത്ത് തിരുമറി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പം ഉള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം പ്രസിഡന്റ് ഇതെല്ലാം നഗരസഭ അറിഞ്ഞതിന്റെ പേരിൽ ഇത് പുറം ലോകം അറിയിക്കാത്ത രീതിയിൽ ഇതൊന്ന് ചുരുക്കി പണിതെന്ന് വെച്ചാൽ JHയുടെ സ്ഥാനം മാറ്റി. പക്ഷെ അവരവിടെ നിന്ന് മാറ്റിയിട്ടില്ല. JHയുടെ ഹരിതകർമ്മസേനയുടെ സ്ഥാനം മാറ്റിച്ചിട്ട് ആ വാർഡിൽ തന്നെ കരിക്കകം വാർഡിലെ JH സുചിത്രോയി സാറിനെ ഞങ്ങളെ ഏൽപ്പിച്ച് പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഹരിതകർമ്മസേനയുടെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ സ്ഥാനവും മാറ്റിച്ച് അതിപ്പം സെക്രട്ടറി ഞാനാണ്, പ്രസിഡന്റ് അശ്വതിയാണ്. കഴിഞ്ഞ മാസത്തെ കണക്കിന് ഞങ്ങൾ ഇടപെട്ട് നല്ല രീതിയിൽ അത് പോയി 3-ാം സാലറി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം യൂസർ ഫീ കളക്ട് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ 5 പേരുടെ കണക്ക് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ബാക്കി 5 പേരുടെ കണക്ക് ഞങ്ങളെ തരുന്നില്ല. കാരണം അതിലൊരാൾ മുൻ സെക്രട്ടറിയായ സുചിത്രയാണ്, സുചിത്രയുടെ അമ്മ ബേബി,
പിന്നെ വിഷ്ണു അവിടെ ഭർത്താവ്, പിന്നെ മോളി എന്ന് പറയുന്ന ഒരംഗം, സത്യവതി, ഇത്രയും പേരുമാണ് ഞങ്ങളെ കണക്കേൽപ്പിക്കാറ്. അപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു കോർഡിനേറ്റർ കൂടി നഗരസഭ വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു നിയമം ഇല്ല, എങ്കിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതിന്റെ പേരിൽ കൊണ്ടുപോയി ഇതേപോലെ സെക്രട്ടറിനെ കോർഡിനേറ്ററിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ കോർഡിനേറ്റർ കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോഴുള്ള അഴിമതി അവിടെ നടത്താൻ വേണ്ടിയിരിക്കുന്നത്. കാരണം ഞങ്ങൾ 5 പേരും ഇതങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും കണക്കുകൾ ചെയ്യണമെന്ന് പറയുന്നതിന്റെ പേരിൽ ഇപ്പൊ ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ മാസം തന്നെ 11,500 രൂപ 11,500 രൂപ എന്ന് വെച്ചാൽ ഞങ്ങൾ 5 പേരെ കണക്ക് ഞങ്ങൾ ക്ലിയർ ചെയ്ത് ഈ മാസം 4-ാം തീയതിക്കുള്ളിൽ ഇട്ട്. കാരണം 30-ാം തീയതി ഇടണമെന്നായിരുന്നു. പിന്നെ അവധിയൊക്കെ ആയത് കാരണമാണ് 4-ാം തീയതി തന്നെ ആയിപ്പോയത്. അവധിയെല്ലാം കഴിഞ്ഞ് 4-ാം തീയതി കണക്ക് കാണിച്ചു. പക്ഷെ 4-ാം തീയതി കണക്ക് കാണിച്ച് സാലറി എഴുതാൻ കൊണ്ട് കൊടുത്ത സമയത്ത് കോർഡിനേറ്റർ പറഞ്ഞു ഇതിനകത്ത് 11,500 രൂപ കണക്ക് കുറവ് കാണിക്കുന്നു, അത് ഞങ്ങൾ ഇടേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് തെളിവ് ഉൾപ്പെടെ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ഇട്ടതിന്റെ റെസിപ്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പൊ ആ കുറവ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ക് തരാതിരിക്കുന്ന ഭാഗത്തു നിന്നാണ്. അത് ഞങ്ങൾ വണ്ടിയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമിച്ചു, ഞങ്ങൾ സമ്മതിച്ചില്ല. അത് ചോദിച്ചതിന്റെ പേരിൽ ഞങ്ങളോട് ഇപ്പോഴത്തെ ചാർജ് സുജിത് റോയും ഈ കോർഡിനേറ്ററും മറ്റ് അംഗങ്ങളും കൂടി ചേർന്ന് പറഞ്ഞത് അവര് പറയണത് ഞങ്ങൾ അനുസരിക്കണം. അവര് പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചെക്കിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചെക്കിട്ട് ഒപ്പിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ 5 പേരെയും പുറത്താക്കുമെന്ന് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി. എന്തായിരുന്നാലും ഇവരത് കാണിച്ചു ഞങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കാൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ മാനസികമായിട്ട് അതിനകത്തിട്ട് നല്ലതുപോലെ പീഡിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ സോണിൽ ഇറങ്ങാൻ വയ്യ. ഞങ്ങൾ ജോലി ചെയ്തിട്ട് ഇപ്പൊ ജോലി ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾ നേരെ ആരോപിച്ചിരിക്കുന്നത്, നഗരസഭയ്ക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് സാറ് പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒപ്പിടണ്ട, ഞങ്ങളുടെ കാര്യത്തിൽ സെക്രട്ടറി എന്തോ ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിടുകയും വേണ്ട, ഞങ്ങൾ ജോലിക്ക് ഇറങ്ങണ്ട. ഞങ്ങളത് ചോദ്യം ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളെ നേരെ കുതിച്ച് നല്ല രീതിയിൽ ഞങ്ങളെ ഷൗട്ട് ചെയ്ത് ഞങ്ങളെ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാക്കി. ഞങ്ങൾ ഡയറക്റ്റ് ഞങ്ങൾ കോർപ്പറേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ലൈവ് വരെ എടുത്ത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം, ഈ അഴിമതി അവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു സഹായം നിങ്ങളുടെ മേലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിങ്ങനെയൊന്നും വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതിനായിട്ട് ഇറങ്ങുന്നത്. ഞങ്ങൾ മീഡിയ വഴിയൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ മീഡിയക്കാരെല്ലാം ഞങ്ങളെ കൈ ഒഴിയണ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് കോർപ്പറേഷനിൽ പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഇതായിട്ട് പരാതി കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ തദ്ദേശ സ്വയംഭരണ മന്ത്രിക്ക് അവിടെ 2 തവണ നമ്മൾ പരാതി കൊടുത്തു. ഒരു തവണ അവർ ആദ്യം കൊടുത്ത സമയത്ത് അവിടെ നിന്ന് ആള് വന്നായിരുന്നു അന്വേഷണത്തിന്. വന്ന സമയത്ത് ഈ മിനി മാഡം ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. അത് ആ സാറിനും ബോധ്യമായതാണ്. എന്നിട്ട് പാർട്ടിയിലെ HI ഷമ്മി എന്ന് പറഞ്ഞ സാറ് വന്നവരോട് പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി മാഡം ഇന്ന് വന്നിട്ടില്ല, ആളിന്ന് ലീവാണെന്ന് പറഞ്ഞു. പക്ഷെ മാഡം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി ഉൾപ്പെടെ വന്നവരെ കാണിച്ചു, അത് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. പക്ഷെ അവരും നഗരസഭയ്ക്ക് ഇത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അവരെന്തെങ്കിലും ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെ നമ്മളത് പിന്നെ ഞങ്ങൾ വിജിലൻസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതും 14-ാം തീയതി ഞങ്ങളോട് വിളിക്കാനാണ് അവിടെ നിന്നും പറഞ്ഞിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു രീതിയിൽ QR കോഡ് ഇപ്പം പുതിയ ആപ്പാണ് വന്നിരിക്കുന്നത്. അത് ഞങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും അൺഇൻസ്റ്റാൾ ആവും, അങ്ങനെ കുറെ കംപ്ലൈന്റുകൾ വരുന്നത് കാരണം ഞങ്ങൾക്കിപ്പോൾ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല കഴിഞ്ഞ മാസം വരെയും. ഈ മാസം തൊട്ട് കറക്റ്റ് ചെയ്യണം, ലിങ്ക് ചെയ്ത് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവരിപ്പം ഈ 1-ാം തീയതി മുതൽ ഞങ്ങൾ 5 പേര് റൂട്ട് ഇറങ്ങിയിട്ടില്ല, ഒരാൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. കാരണം അവധി കഴിഞ്ഞ് പിന്നെ ലോഡിങ് ഉണ്ടായിരുന്നു. ലോഡിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പ്രശ്നങ്ങളും എല്ലാം വന്നതിന്റെ പേരിൽ ഞങ്ങൾ 5 പേര് ഇറങ്ങിയിട്ടില്ല. പക്ഷെ അവരുടെ ഭാഗത്ത് നിൽക്കുന്ന 5 പേര് അവരിപ്പോൾ സേവ് ചെയ്യണമുണ്ട്. കാരണം അവർ തന്നെ റൂട്ടിൽ പോയി QR കോഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വീടുകളിൽ സർവീസ് കൊടുത്താണ് നമ്മൾ QR കോഡ് ചെയ്ത് പേയ്മെന്റ് വാങ്ങുന്നത്. പക്ഷെ ഇവർ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ അവർ സോണലിരുത്തി അവരെ കൊണ്ട് റൂട്ടിൽ പോകാതെ അവരെ ബുക്കുകൾ വെച്ചിട്ട് TC നമ്പർ വെച്ചും കൊണ്ട് തന്നെ ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. എന്ന് വെച്ചാൽ അവർ 5 പേര് ജോലി ചെയ്യുന്നത് തെളിവ് അവർ നഗരസഭയ്ക്ക് കാണിക്കുന്നു. നമ്മളെ QR കോഡ് നോക്കുമ്പോൾ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്യാത്തതിന്റെ കാരണം ഞങ്ങൾ റൂട്ട് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണം. ഇനി ഈ അന്യായത്തിന് കൂട്ടി നിന്ന് കൊടുക്കാൻ ഞങ്ങൾക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യാതിരുന്നത്. പക്ഷെ ഇന്നലെ മീറ്റിംഗിൽ ഇവർക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു JHമാർക്ക്. അതിപ്പോൾ ദിവസവും നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ നമ്മുടെ വാർഡ് JH അയാളെ ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, അഴിമതിക്ക് കൂടി നിൽക്കില്ല എന്നും ന്യായത്തിന്റെ കൂടെ നിൽക്കുന്നു. കാരണം
ഞങ്ങൾ 5 പേർക്കും നെഞ്ചോട് ഇടിച്ച് തന്നെ ഞങ്ങൾ അടിച്ച് തന്നെ പറയും. ഞങ്ങൾ റൂട്ട് ബുക്ക് വരെ ഞങ്ങൾക്ക് കാണിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല. ഞങ്ങൾ റൂട്ട് ബുക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കണം. ഓരോ ദിവസം ഞങ്ങൾ എടുക്കുന്ന യൂസർ ഫീ ആയിരുന്ന പോലും ഞങ്ങൾ ബില്ല് ഉൾപ്പെടെ ഞങ്ങൾ ഞങ്ങളുടെ റൂട്ടിൽ പോകുന്ന വീടുകളിൽ, സ്ഥാപനങ്ങളിൽ എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് നോക്കാം. ഞങ്ങളുടെ മേലെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഞങ്ങൾ 5 പേരിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനായിട്ട് ഇനി ഇറങ്ങില്ല. പക്ഷെ ഇവരുടെ കംപ്ലൈന്റുകൾ വരെ ഇന്നത്തെ ഓരോ റെസിഡൻസിൽ നിന്ന് വരെയും കംപ്ലൈന്റ് എതിരെ നേരെ വന്നിട്ട് പോലും അതിന് നടപടി അവരെടുക്കുന്നില്ല. കാരണം അവർ അഴിമതിക്ക് അവർ 5 പേര് പോവുകയാണ്. അപ്പം ആ അഴിമതിക്ക് ഞങ്ങൾ കൂട്ടു നിൽക്കാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ പുറത്താക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾക്ക് മാക്സിമം ഒരാൾക്ക് തന്നെ 1500 2000 രൂപയ്ക്ക് അകത്ത് യൂസർ ഫീ കിട്ടും. ഒരു ദിവസം എല്ലാവർക്കും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5-6 രൂപ തന്നെ നമുക്ക് യൂസർ ഫീ കളക്ഷൻ വരും. ഒരു ദിവസം ഞങ്ങൾക്ക് 30 വീടാണ് പോയത്. ഒരു മാസം നമുക്കറിയാൻ പറ്റില്ല. കാരണം ഓരോ വാർഡിൽ ഓരോ ഇതുണ്ട്. നമുക്കിപ്പം കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും. അപ്പം അത് ഒരു ദിവസം നമ്മൾ 3 വീട് താമസമുള്ള വീടും ഇല്ലാത്തത് തരുന്ന വീട് കാണും. അതെല്ലാം കടകൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യണം. ഒരു ദിവസം ഞങ്ങൾക്ക് 30 പറഞ്ഞിട്ടുള്ളത്. അതിന് ഞങ്ങൾ 30 അല്ല എടുക്കുന്നത്. ഒരു ദിവസം 70-80 വരെ ഞങ്ങൾ എടുക്കുന്നു. എടുക്കാത്തവരും ഉണ്ട്. ചിലപ്പം റൂട്ടിന് ഇറങ്ങുന്നെന്ന് പറഞ്ഞിട്ട് അവരവരെ കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ട്. എന്നിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലും റൂട്ടൊന്നും പോവാതെ വന്നിരിക്കും ബില്ലും കീറിയിട്ട് ഇത് ഞങ്ങൾ പോയി എന്ന് പറഞ്ഞിട്ട് കുറെ കണക്കുകൾ കാണിക്കുന്ന ആൾക്കാർ പല തവണ ഞങ്ങൾ ഈ കണക്കിന്റെ കാര്യം റൂട്ട് പോണ ഇതൊക്കെ ചോദിക്കുമ്പോൾ മാഡം ഇങ്ങോട്ട് കൂടുതൽ സംസാരിക്കണ്ട, അല്ലെങ്കിൽ നിന്റെയൊക്കെ ഈ എത്തി തന്നെ പറഞ്ഞു കുറെ ജാതികളെ ഇങ്ങനെയാണ് പറഞ്ഞ നീയൊക്കെ ഇങ്ങനെ കേൾക്കുള്ളൂ. നിന്റെ ഈ ജാതികളെ ഇങ്ങനെയാണ് പട്ടികളെ പോലെ നീയൊക്കെ വന്ന് ഞാൻ ഇപ്പൊ ഈ രണ്ട് ദിവസവും ഞാൻ വന്ന് കരഞ്ഞുകൊണ്ടാണ് സാർ ഇറങ്ങിപ്പോയത്. കരുതുന്നത് നീയൊക്കെ പട്ടികളല്ലേ, കുറെ പട്ടികളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് തിരിച്ചു തന്നെ മേഡം പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു നീതി ഞങ്ങൾക്ക് നിങ്ങളുടെ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. 5 ദിവസമായി ഞങ്ങൾ റൂട്ട് പോയിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടി. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്ത് ഞങ്ങൾ ഈ നിമിഷം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ ബുക്ക് എടുത്ത് നിങ്ങൾക്ക് നോക്കാം. ഇത്രയും ഇതായിട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു നീതി കിട്ടുന്നില്ല. നമുക്ക് വേറെ ഒന്നും പോയി പറയാനില്ല. അവര് രാവിലെ ചെല്ലുമ്പോൾ അവർ വിളിക്കുന്നത് പട്ടികൾ വന്നെന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. പട്ടിക ജാതി ആയതുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്നത് പട്ടികളെന്നാണ്. പട്ടികൾ വന്നിട്ടുണ്ട്, പേപ്പട്ടികൾ വന്നിട്ടുണ്ട്, ഇതാണ് ഞങ്ങളെ പറയുന്നത്. പട്ടിക ജാതി ആയത് ഞങ്ങളെ തെറ്റല്ല. ഞങ്ങളിപ്പം ഈ ജാതി ആയിപ്പോയത് ഇപ്പൊ കുറവിനും വിലയിനും ആയെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ ചെയ്ത തെറ്റല്ല. ഞങ്ങൾ ജനിച്ചപ്പോ ഇതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പട്ടികളാണെങ്കിലും ഞങ്ങൾ ഈ പുഴു അരിച്ചത് കൊണ്ടുവന്ന് അത് കൊണ്ടു കൊടുത്തൊരു കാലം അവർക്കുണ്ടായിരുന്നു. ആ സമയത്ത് ആ പണം വാങ്ങിയിട്ടാണ് അവര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആ പൈസ അവർ വാങ്ങിച്ചിട്ടില്ല എന്ന്. വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കൊണ്ടു കൊടുക്കണ പൈസ എല്ലാം അക്കൗണ്ടിൽ ഇപ്പൊ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാനാണ് 10% അതിൽ നിന്ന് പിടിച്ചിടുമല്ലോ ഞങ്ങൾ കൊടുക്കുന്നതിന്. അപ്പൊ അത് പിടിച്ചിട്ടത് അതിന് ഞങ്ങളെ ഇപ്പൊ കൂടെ ഉള്ള രജനിയുടെ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ CDS ആയ സിന്ധു മേഡം പറഞ്ഞു, സിന്ധു ശശി മേഡം ചോദിച്ചത് ഇത് കണ്ടിട്ടാണോ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾ ഇരിക്കുന്നത്? ഞങ്ങൾ പിന്നെ ഈ വരുമാനം അല്ലാതെ പിന്നെ എന്ത് വരുമാനം കണ്ടിട്ടാണ് ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് ഈ ഒരു വരുമാനമേ ഉള്ളൂ. എന്നിട്ട് ചോദിച്ച ചോദ്യമാണ് അവിടെ ഇരിക്കുന്നവർ ചോദിക്കും ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ വെച്ച് നിങ്ങൾ കടങ്ങളുണ്ടെങ്കിൽ തീർക്കണമെന്ന്. അപ്പൊ ഞങ്ങള് ഈ പാവപ്പെട്ടവരായത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ താഴ്ന്ന ജാതി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത് പറയുന്നത്. നിങ്ങൾ പോയി ഞങ്ങൾ പോയി അങ്ങനെ പോയി നടന്ന് ഞങ്ങൾ പണം ഉണ്ടാക്കി ഈ കടകൾ തീർക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ മക്കളെ വിൽക്കണമെന്ന്. ഞങ്ങളെ മക്കളെ വിൽക്കാനല്ല ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. രാവിലെ 7 മണിക്ക് 8 മണിക്ക് ഇറങ്ങി രാത്രി വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. പൊടി മക്കളെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇനിയും ഞങ്ങൾക്ക് ഇത് പറ്റില്ല. കാരണം ഇന്ന് രാവിലെ ചെന്നപ്പോഴും സാറ് പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ ഇവിടെ ഒപ്പിടാൻ പറ്റൂല. ഒപ്പിടാതെ ഞങ്ങൾക്ക് റൂട്ട് ഇറങ്ങണ്ടേ? നിങ്ങൾ ഇവിടെ റൂട്ട് ഇറങ്ങണ്ട, നിങ്ങൾ വീട്ടിൽ പതിയോ, നിങ്ങൾ റൂട്ട് ഇറങ്ങണ്ട, ജോലിക്ക് ഇനി കയറണ്ട. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തെന്നില്ലേ? കാരണം ഈ 11,500 രൂപ കണ്ട ആ കണക്ക് ചോദിച്ചു, സാറിന്റെ ഉൾപ്പെടെ പറഞ്ഞു. സാറിന്റെ അടുത്ത് ചോദിച്ച സമയത്ത് സാറ് പറഞ്ഞെന്ന് വെച്ചാൽ അത് പറയാം, നിങ്ങൾ അതൊന്നും തിരക്കണ്ട, നിങ്ങൾ മിണ്ടാതെ നിന്ന് ഞങ്ങൾ പറയുന്നിടത്ത് ഒപ്പിട്ട് തന്നാൽ മാത്രം മതിയെന്ന്. നിങ്ങൾക്ക് സാലറി വേണമെന്നുണ്ടെങ്കിൽ ഒപ്പിട്ട് തന്നു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ സാലറി വേണ്ട, കള്ളത്തരം കാണിച്ചിട്ട് ഞങ്ങൾക്ക് അത് വേണ്ട. കണക്ക് ചോദിക്കുന്നത് CDS ആയാലും ഇപ്പൊ MEC ആയാലും ചോദിക്കുന്നത് ഞങ്ങളടുത്താണ്. ഈ കണക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ കണക്ക് ഞങ്ങൾ എങ്ങനെ കൊടുക്കും? ഈ 11,500 രൂപ ഞങ്ങൾ വെക്കേണ്ടി വരും. എടുക്കാത്ത പൈസ ഞങ്ങൾ എങ്ങനെ വെക്കും? ഈ ഹരിതകർമ്മസേന ശുചിത്വ സഹിതം. അപ്പൊ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അത് വീടാണോ അതേ സോണലാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഈ സുചിത്രയുടെ വീട്ടിലുള്ള കൊച്ചും കുട്ടിയും എല്ലാം രാവിലെ തൊട്ട് അവിടെയാണ്. ഇതിനൊന്നും ഇവർക്ക് നമ്മൾ എന്തെങ്കിലും പറയുന്നത് ഇതിനെ കുറിച്ച്, ഈ അന്യായത്തെ കുറിച്ച് പറയണമെങ്കിൽ ചോദിക്കും. ഇതൊരു ഓഫീസാണ്, ഇവിടെ സംസാരിക്കാൻ പാടില്ല,
ഞങ്ങൾ ഒന്നും പറയാതെ അവർ പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതെ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 5 പേരും ജോലി പോവും. നമുക്കെതിരെ എന്തെങ്കിലും ഇനി മേഡം പറഞ്ഞ കാര്യമാണ്, എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ പേരെടുത്ത് വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇതാണ് മേഡം പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഇതാണ് വരുന്നത്. അവര് പറയുന്നത് മക്കളെ വിറ്റ് ജീവിക്കാനില്ല. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്, കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.